വേണ്ട, ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. തന്നിഷ്ടം കാണിക്കുന്നതിന്റെ അതിരുണ്ട്. മാമന് ശരവണ്ണ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്കാം. ഓ, ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു. നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ സമാധാനം പറയേണ്ട ഞാനാ. നിശ്ചയോ? ആർക്ക്? നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറയണ്ട. മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയായിരുന്നോ? ദേ, അപ്പാവും ഇല്ലാത്തതിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയാക്കാമെങ്കിലേ നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നും ഒക്കെ എനിക്കറിയാം. ഓ ശരി ശരി, സമ്മതിച്ചു. എന്നിട്ട് ആരെ എന്റെ കഴുത്തിൽ കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്? അത് ഇന്നും ഇന്നലെ ഉറപ്പിച്ചതല്ലാന്ന് അറിയാലോ നിനക്ക്. 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണി കൊണ്ട് ഷോള് നെയ്ക്കി അവൻ. നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ? അവൻ എത്ര പെമ്പിള്ളാർക്ക് ഷോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക്? ദേ, ഇല്ലാ വചനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ എന്നൊക്കെ മര്യാദ അല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. അമ്മാവിടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ. ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി. അമ്മ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നത്? എന്നായാലും അത് ഞാൻ കാണേണ്ട തന്നെയല്ലേ. പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ. ഞാൻ ഈ ഷോള് വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. പുറത്തു പോനാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சியை தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா, நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போ. மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பத்த ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ, എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ. വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும். அது போறாதா? அது போதும் அத்தா. மச்சான், யார் அது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான் மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. என்னடா, நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா, எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நான் இனி எப்படி முழிக்க மச்சா? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டாய், புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன വയസ്സിലെ അണ്ണ ரொம்ப ഭയണ്ടാവാ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ എന്റെ മേക്കെട്ട് കയറുന്നത്. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவா போவா? அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னேன் ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്കറ്റ് വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ ചാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി, പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ முத்துப்பாண்டி, என்னால தாங்க முடியலடா.
மனசுக்குள்ள எவ்வளவு வேதனை இருக்குன்னு தெரியுமா? என்னன்னா இந்த மாதிரி எங்களுக்கு ஐடியா சொல்லி கொடுக்குற நீங்களே இப்படி மனசு உடைஞ்சு போடலாமா? ஆமா அண்ணே. மீனாட்சி எனக்கு பொண்டாட்டியாக வர்றது எவ்வளவு நாளா கனவு கண்டுட்டு இருக்குன்னு தெரியுமா? அவளை தூக்கிட்டு வாங்கண்ணே. யாருக்கும் தெரியாம அந்த ஏகாம்பரநாதர் கோவிலுக்கு கொண்டு தாலி கட்டலாம். கெட்டு வேண்டாம், நேரம் வரட்டும். முதல்ல மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய இங்க எவனும் வரக்கூடாது. நீங்க தைரியமா இருங்கண்ண. எந்த மலையாளத்தானும் இந்த காஞ்சிபுரம் பார்டர்ல கால் எடுத்து வைக்க மாட்டான். ஆமா, நம்ம கிட்ட ஆள் இருக்கண்ணே. வெட்டி புதைக்க சொன்னா போதும், புதைச்சிடுவேன். முதல்ல அதை செய், பாக்கி அப்புறம் பாத்துக்கலாம். വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. രണ്ട് ചമ്മി കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടി അണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറയില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ട് അല്ലേ? നീ ആ കണ്ണാടി ഒന്നൂരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவில் இருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ് അയ്യങ്കാർ. ஐயா அந்த தலை கொஞ்சம் എന്തോ അയ്യങ്കാർ. ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദിത്യ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ ഒരു കാര്യമില്ലാതെ അടിക്കുന്നോ? ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലുതാലോ ചെന്നു ഗൃഹപ്രവേശം. തിരിച്ചു പോകാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതി. അതൊന്നും ഉണ്ടാവില്ല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവില്ല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളും. കാമാക്ഷിയമ്മയോ? അതാര്? കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി, സാക്ഷാൽ പാർവതി ദേവി. കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 കണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചീപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക? എന്താ, നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. വന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരെ? അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലിയാർ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു? രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളേടം തന്തേടം തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാന്ന് ആരും പറയേ. വാങ്ങോ, അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രലിംഗം മുതലിയാർ. അയ്യോ, ഇത് MGR അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ? MGRും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽപ്പെടും. ഇതേത് ലിംഗത്തിൽപ്പെടും?
ഇത് എന്നോട് മകൻ ശരവണലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. എന്ന് വെച്ചാ പണിയൊന്നുമില്ല, നമുക്ക് പണിയാവോ? ഇത് എന്നോട് പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നോട് ചെല്ല കിളിമകൾ മരതകം. ചെല്ല എന്നാ ബോഡി രാജനട ആമ്പിളെന്നെ ഇപ്പടി இருக்கணும். നീ എങ്ങനെ അധികം ഇറുക്കണ്ട. ഉള്ള ബോഡി ഔട്ട് ഹൗസ് പക്കം എത്തി പാത്തേം തെരിഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. കാഞ്ചി കാമാക്ഷി വെളുക്കാൻ തേച്ചത് പാണ്ടാകക്കൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണോ? പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വാടക കൊടുക്കാൻ പറ്റും. ഉള്ള വന്ന് ചെറുതായി നിങ്ങ കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാം. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നുമല്ല, മസാല ദോശയാ. ഒന്നും അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ சரி എന്നാ പോ തുടപ്പെല്ലാം എടുത്തിട്ട് വാ. உங்களுக்கு തിരുമണമാച്ചാ? അച്ചുവണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമെന്നില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ടും തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണമാച്ചാനാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി 4-5 കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പടിയാ, ശരി വര. എങ്ക அப்பா மாதிரி ഒരു ചിന്ന വീട് കെട്ടിക്കറിയാ? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല. ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ 2ാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് 3 ഇല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ? അച്ചുവേട്ടാ സൂക്ഷിക്കണം. പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. മൂക്കത്താ ചുണ്ടി ഒറ്റക്കൊമ്പനെന്നാ നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ. എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയാ. മീനുവാക്കാ അവര് മാരീഡ് தான். 4-5 குழந்தைகளும் இருக்கு. யாருக்கு? நம்ம சரத்குமாருக்கு. சும்மா இருடி, இது அவரோட தங்கச்சி. உங்க அண்ணனுக்கு இவளை சரத்குமார் தான் പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? 4-5. കഴുത, അവർക്ക് ഇനി കല്യാണമേ ആകല. നിജമാ? அவரோட அனுவாதம் இல்லாம இந்த தங்கச்சி அவரோட ஃப்ரெண்ட கெட்டிக்கிட்டா. அதனால அப்படியா? அப்பா இப்பதான் மூச்சு சரியாയി വന്നത്. ഒന്നുമില്ല. മാമാവിടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോളാ. ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. 2 ഭാര്യമാരും ഒരേ വീട്ടിലാണ് താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല. അൻപക്കൊന്ന് ആശയ്ക്കൊന്നെന്നാ ഇവിടുത്തെ ചൊല്ല്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്ന പോലെ വിചാരിച്ചതല്ലേ? സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ? നമുക്കിഷ്ടമുള്ള, നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും. തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்ன ഞാൻ മുതലേരല്ലേ, നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റ് നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാര് പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരലിംഗം മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം, വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലയാര് പെണ്ണിനെ.
പക്ഷേ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പ